ഇഫക്റ്റിലേക്ക് സുസ്വാഗതം. പ്രീമിയം റെസ്റ്റോറൻറ്റ് ആരുടേതാണ്? നമ്മുടെ കുടുംബശ്രീക്കാരുടെ പ്രീമിയം റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചാലോ? കുടുംബശ്രീ കഫേ, അനന്തപുരി കഫേ കുടുംബശ്രീ. കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങാം. ഫുഡ് കഴിച്ച് വന്നാലോ? കഫേ കുടുംബശ്രീ പ്രീമിയം റെസ്റ്റോറൻറ്റ്. എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് 7 മുതൽ മസാല ദോശ, നെയ് റോസ്റ്റ്, ഉണ്ണീൻ ഊത്തപ്പം, തട്ടിൽ കുട്ടി ദോശ, ഉഴുന്നുവട, കടലക്കറി, മുട്ടക്കറി, മീൻ മുളകിട്ടത്, പട്ടം കോഴിക്കറി. ദോശമേള, ദോശ വിഭവങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. വിവിധ തരം മീൻ പൊരിച്ചത്, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ചിക്കൻ പരട്ട്, ബീഫ് റോസ്റ്റ്, പൊറോട്ട, ചപ്പാത്തി, പട്ടം കോഴിക്കറി, ജ്യൂസുകൾ, ചായ, ലഘു പലഹാരങ്ങൾ. 7 to 7 തൊട്ട് 9 മണിയിൽ അല്ലേ? അപ്പോൾ കഫേ കുടുംബശ്രീ കഫേ പ്രീമിയം റെസ്റ്റോറൻറ്റിലേക്ക് കയറാം. കാഴ്ചകളൊക്കെ കണ്ട് ഷാപ്പാട് അടിച്ച് വളക്കാം. സെക്രട്ടേറിയറ്റിന് തൊട്ടു താഴെ പ്രസ്സിന്, ഗവൺമെൻറ് പ്രസ്സിന് ഓപ്പോസിറ്റാണ് ഈ കുടുംബശ്രീയുടെ പ്രീമിയം കഫേ. ഊണിന് 90 രൂപ ഈടാക്കി. പക്ഷേ നല്ല വൃത്തിയും വെടുപ്പുമുള്ള നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. പെരുമാറ്റവും ഹൃദ്യമായി, നല്ല ശരിക്കും നല്ല നീറ്റായിരുന്നു കേട്ടോ. അപ്പോൾ തലസ്ഥാനത്ത് വരുമ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ടു താഴെയാണ് ഈ സംഗതി. ഒന്ന് കയറുക, അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഇല വന്നു, ഇലയിട്ടു, ഓരോ കറികളായിട്ട് അങ്ങോട്ട് വിളമ്പിക്കൊണ്ടേയിരിക്കുന്നു. ചമ്മന്തി, അച്ചാർ, കിച്ചടി, ബീട്രൂട്ട് തോരൻ, പിന്നെ ഉരുളക്കിഴങ്ങ് കൂട്ടുകറിയില്ലേ അത്, പിന്നെ പരിപ്പ് കറി, പപ്പടം, അതുകൂടെ കുഴച്ചങ്ങണ്ട് അടിച്ചു. ഈ നമ്മൾ ഈ ഹയാത്ത് പോലത്തെ വലിയ ഹോട്ടലിൽ പോകുമ്പോഴാണ് ഈ കുപ്പി ഗ്ലാസ്സിൽ സ്റ്റൈലായിട്ടൊക്കെ വെള്ളം തരുന്നത്. അപ്പം പ്രീമിയം കഫേ ആയതുകൊണ്ട് കുടുംബശ്രീക്കാരും ഇച്ചിരി എന്നാണ് കുറച്ച് പുരോഗമിച്ചത്. ഭക്ഷണം കഴിക്കുമ്പോൾ നീറ്റായിട്ട് കഴിക്കണമെന്നാണ്. പഴയൊരു കഥ ഓർമ്മ വന്നു. 2 മലയാളികൾ ജർമ്മനി പോയിട്ട് ഫുഡ് കഴിച്ചു. വലിയ സമ്പന്നരാണ് പോയി കഴിച്ചത്. എന്നാൽ അറിയപ്പെടുന്ന ഒരു ഇന്ത്യയിൽ അറിയപ്പെടുന്ന റിച്ചസ്റ്റ് ആയിട്ടുള്ള 2 ആൾക്കാരായിരുന്നു. അപ്പോൾ ഇവർ ജർമ്മനി പോയി ഫുഡ് കഴിച്ചിട്ട് ബാക്കി ഫുഡ് വെച്ചപ്പോൾ അത് കണ്ടോടുള്ള 2 വനിതകളെന്ന് പറഞ്ഞ്, ഒന്നുകിൽ നിങ്ങൾ ഈ ഫുഡ് മുഴുവൻ കഴിക്കണം, അല്ലെങ്കിൽ ഈ വേസ്റ്റ് ആക്കിയ ഫുഡിന് ഫൈൻ അടയ്ക്കണം. കാരണം മറ്റൊരാളുടെ ഫുഡാണ് നിങ്ങൾ വേസ്റ്റ് ചെയ്തത്, അത് പ്രകൃതിക്ക് ദോഷവുമാണെന്ന് പറഞ്ഞ ഒരു കഥ ഓർമ്മ കിട്ടി. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നീറ്റായിട്ട് നല്ല വൃത്തിയും പഠിപ്പിക്കുന്നു. ഇല മാത്രം ബാക്കി വയ്ക്കാൻ ശ്രമിക്കുക. ഇലയും വേണമെങ്കിൽ കഴിക്കാം. ശരിക്കും പറഞ്ഞാൽ ഊണിന് ശേഷമുള്ളൊരു പായസം ഉണ്ടായിരുന്നു. ഒരു പൈനാപ്പിളിൻ്റെ ടേസ്റ്റും പരിപ്പിൻ്റെ ടേസ്റ്റൊക്കെ കൂടിയിട്ട് സൂപ്പർബായിട്ടുള്ളൊരു പായസമായിരുന്നു. അതാണ് ഞാനിങ്ങനെ ആ ഒരു ഷോർട്ടായിട്ട് കാണിച്ചത്, എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഷോർട്ട് രൂപത്തിൽ കാണിച്ചത്. എന്തായാലും പായസം അടിപൊളി. ഓരോ ദിവസവും ഓരോ വെറൈറ്റി പായസം. അപ്പോൾ ഞാൻ വെറും മീൽസാണ് കഴിച്ചത്. നമ്മുടെ ബില്ല് വന്നിട്ടുണ്ട്, 90 രൂപയായിട്ടുണ്ട്. ഗവൺമെൻറ് പുതിയ പ്രോജക്റ്റാണ് പ്രീമിയം കഫേ. നമ്മളെല്ലാ ജില്ലകളിലും ഓരോ ഔട്ട്ലെറ്റാണ് ഉള്ളത്. അപ്പം തിരുവനന്തപുരം ജില്ലയിലെ ഔട്ട്ലെറ്റാണ് പ്രീമിയം കഫേയുടെ ഇത്. ഇവിടെ നമ്മൾ മീൽസ്, ബിരിയാണി, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ ഐറ്റംസും നമ്മൾ കൊടുക്കുന്നുണ്ട്. മോർണിംഗ് നമ്മൾ 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 7 മണി തൊട്ട് നൈറ്റ് 9 മണി വരെയാണ് ഇവിടെയുള്ളത്. സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ഐഫർ എന്ന് പറയുന്ന ടീമാണ്, നമ്മളാണ് സ്റ്റാഫ് ട്രെയിനിങ് കൊടുക്കുന്നത്. എന്തായാലും സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. ബാക്കി വെച്ചിട്ടില്ല, ഇല മാത്രമേ ഞാൻ ബാക്കി വെച്ചിട്ടുള്ളൂ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.